ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാമന്റെ വീട്ടിൽ നിന്നുള്ള ഒരു ദിവസമാണ്. മൈ യങ് മാമൻ. പക്ഷെ മൂപ്പർക്കൊരു 40 വയസ്സെങ്കിലും ആയിട്ടുണ്ടാകും. എനിക്കറിയില്ല, കറക്റ്റ് കണക്ക് എത്രയെന്ന് അറിയില്ല. ഓക്കെ, രാവിലെ എണീറ്റ് പാടെ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തു. ചന്ദനം ഉണ്ടായിരുന്നു അവിടെ, ഫോറസ്റ്റ് ആവുകൊണ്ട് ചന്ദനം കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മാനിന്റെ കൊമ്പ്, ചന്ദന ആനേന്റെ കൊമ്പ്, എന്തായാലും രാത്രിയിലാണ്. അതെ, സോ നമ്മളിവിടെ അടിച്ചു പൊളിക്കാൻ വന്നതാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാട്ടിക്ക് പോകും, പിന്നെ ഇവിടെ പുഴയ്ക്ക് പോകും, അതിന്റെ ഇടയിൽ നമ്മളൊന്ന് അമ്പലത്തേക്കും പോകും. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം. പിന്നെ മാന്റെ കൊമ്പൊക്കെ ഞാൻ വെറുതെ തള്ളിയതാണ്, അതൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി പതിയെ എല്ലാ വീഡിയോയിലും കാണാം. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ അമ്പലത്തിൽ പോകുമായിരുന്നു. മാമന് ചേച്ചി എന്തോ പറഞ്ഞിങ്ങനെ വരികയായിരുന്നു. അമ്പലത്തിലെത്തി. അമ്പലത്തിൽ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആരാണാവോ, നല്ല രസമുണ്ട് എല്ലാം കാണാൻ. പൊട്ടിച്ച് കൊടുന്നാലോ വിചാരിച്ച്. പിന്നെ അമ്പലമല്ലേ, വെറുതെ എന്തിനാ ദൈവകോപം വരുത്തിയേക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടു നിന്ന് കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ ഭയങ്കര സ്ഥലമുണ്ട് കേട്ടോ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ ഓരെല്ലാവരും കൂടെ ഈ പോയി വെള്ളം കൊണ്ടുപോകാറുണ്ട് എന്നെ പറഞ്ഞു വിട്ടായിരുന്നു, ചന്ദനത്തിൽ വെള്ളമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അവിടെ ചന്ദനം തൊട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞു നിന്ന്. മാമന്റെ പണിയാണ്. ഞാൻ കരുതിട്ടെടുക്കാഞ്ഞത്, ഞാനാ കരുതിട്ടെടുക്കാഞ്ഞത്. അവനുണ്ടോ നല്ല ചൂടുണ്ടല്ലോ. ഇവിടെ സാധനന്റെ പെങ്ങളാ, സോനുന്റെ. സോറി. ചണ്ടിപ്പണ്ണായി നമ്മളൊരു വിഗ്രഹല്ലേ, വിഗ്രഹം കല്ലാണ്. പിന്നെ വിഗ്രഹം മാറുന്നത് അതേമാതിരി അതൊക്കെ കൊളാക്കി കഴിഞ്ഞു. എന്തൊക്കെ പിന്നെ ആമ്പലൊന്നുമില്ല. പായലെന്ത് എന്തിനാ ഇങ്ങനത്തെ ഇതൊക്കെ കിട്ടുന്നത്? ഇത് നല്ലത് നല്ലതായിട്ട് ഇങ്ങനെ ആയതാണ്. ഉച്ചക്ക് മഞ്ഞേട്ടല്ലേ അത് ഉച്ചക്ക് മഞ്ഞ് ഞങ്ങൾക്ക് പറയാൻ മാമ. അല്ല അയാളെ പറയൂ. ഇവിടെ വന്ന് കള്ളുടിക്കാനൊക്കെ സുഖാലേ, രാത്രി നല്ല വൈബായിരിക്കും. ഇന്ന് അറിഞ്ഞ ഒഴുകിയത് ഞങ്ങള് കണ്ടിട്ടല്ലോ, കുഴപ്പമില്ല. പ്രസാദം കഴിച്ച് വന്ന് ഇവിടെ കിടന്നതാട്ടോ.
11 മണിക്ക് കിടന്നാണ് 3 മണിയായപ്പോഴാണ് എണീറ്റത്. അത്രയും ക്ഷീണം ഉണ്ടായിരുന്നു. രാത്രി ഒന്നും ഉറങ്ങാതെ അമ്പലത്തിലായിരുന്നില്ലേ ഫുള്ള്. അപ്പം അതിൻ്റെ ഒക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എല്ലാവരും ചുറ്റിനും കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ. ദിസ് ഈസ് മൈ അങ്കിൾ, മൈ സ്മാൾ അങ്കിൾ. എത്ര വയസ്സായി അങ്കിളിന്? 37. യുനോ 37 ഏജ്ഡ് ആയിട്ടുള്ള ആളാണ് ഈ നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ 2 ഉണ്ട്. ഇപ്പോഴും പെണ്ണ് കെട്ടിയില്ല. അതിനോട് മൂപ്പർക്കും കെട്ടാൻ പറ്റണില്ല. അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാണ് ഗൈസ്. ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കൈ നോക്കണമെന്ന്. പിന്നെ കൈ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ കാർഡ് എടുത്ത് നോക്കി. അവർ സാധാ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞത്. ഒരു കാലത്തും കരുതി പിടിക്കില്ല അങ്ങനെയൊക്കെ. എനിക്ക് പിന്നെ അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ നല്ല നിലയിലെത്തും നല്ല വിശ്വാസമുള്ളതുകൊണ്ട് ഞാനൊന്നും വിശ്വസിക്കാനൊന്നുമില്ല. തെറിക്കിട്ടോ മൂലം കിട്ടി. രാത്രി ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ തായമ്പക ആലോചിച്ചിട്ട് ഉറക്കം വരാത്തതുകൊണ്ട് ഞാനത് കാണാൻ വേണ്ടി എപ്പോഴാണ് 12:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് തായമ്പകം തുടങ്ങിയത്. കാണാൻ വേണ്ടി പോയി. എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും മാമനും അത് കാണാൻ വേണ്ടി പോയി. ഈ തായമ്പകത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അത് ഭയങ്കര മൈന്യൂട്ടായിട്ട് വേണ്ടി പെട്ടെന്ന് കൊട്ടുമ്പം ഞാൻ ഞെട്ടിച്ചാടി. അതിൻ്റെ ആ ഒരു ചിരിയായിരുന്നു. ആ ഒരു ഇങ്ങനെ എന്താ പറയുക, ഇത് കൊട്ടണ ആളെ മുഖത്ത് നിങ്ങൾ കണ്ടത്. പിന്നെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം കണ്ട് ആസ്വദിച്ച് നിന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാണുന്നത്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വേഗം ചായ അടിക്കാൻ വേണ്ടി പോയി. ക്യാമറയുമായി വന്നിരിക്കുന്നു. പുലർച്ചെ 5:30 ആയപ്പോഴായിരുന്നു വെടിക്കെട്ട്. അതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് മണ്ടി വന്നതായിരുന്നു. അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് കറക്റ്റ് വ്യൂ കിട്ടുന്നു. ഇപ്പോൾ വീട്ടിൻ്റെ അവിടെ നിന്നാവുകൊണ്ട് ഇങ്ങനെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് ഒരു ഇതില്ല. എന്തൊക്കെ മരങ്ങളൊക്കെ ഒരു തടസ്സമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. കാണാനൊക്കെ നല്ല രസമായിരുന്നു. സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പൂരം വ്ളോഗ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിരിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, ടാറ്റാ.